അമേരിക്കയും ഉക്രൈനുമായിട്ട് ഏകദേശ പൂർണ്ണമായ ധാരണ ആയതിൻ്റെ എന്തൊക്കെയാണ് കരാറിൽ ഒപ്പുവെക്കുക ആ സംഭവങ്ങളെല്ലാം പുറത്തായി. അത് ലണ്ടൻ ടെലഗ്രാഫ് പത്രം അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ്റെ ഡിമാൻഡായിരുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ആ സംഭവം, പക്ഷേ ഉക്രൈൻ്റെ സോവറൈൻ ആ രാജ്യത്തിൻ്റെ അധികാരത്തിന് മുകളിൽ ആരെങ്കിലും കൈകടത്താൻ വരികയാണെങ്കിൽ അമേരിക്ക അതിനെ അനുവദിക്കില്ല എന്നൊരു സംഭവം അതിൻ്റെ അകത്ത് ചേർത്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ധാരണ മുഴുവൻ ഞാൻ വായിച്ചു നോക്കി. എന്തൊക്കെയാണ് ഈ എം ഒ യു, അതായത് ഉക്രൈനും അമേരിക്കയിലുള്ള MOUൻ്റെ സംഭവം പുറത്തു വന്നത്. ആദ്യത്തെ ഒരു സംഭവം ഉക്രൈൻ അംഗീകരിച്ചില്ല, പിന്നെ അത് റീഡ്രാഫ്റ്റ് ചെയ്തു US. അപ്പം അത് കണ്ടിട്ടാണ് ഈ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ പറഞ്ഞ ധാരണയായി. അതായത് വെള്ളിയാഴ്ചയോ അത് സൈൻ ചെയ്യാൻ പോവുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിലോട്ട് ട്രാവൽ ചെയ്യുകയാണ്. ഏകദേശം ഉക്രൈൻ പത്രങ്ങളും ഉക്രൈൻ അഡ്മിനിസ്ട്രേഷനും പറഞ്ഞു കഴിഞ്ഞു ധാരണയായി ഒപ്പിടാൻ പോവുകയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് അമേരിക്കയുടെ ഉദ്ദേശം. അതായത് മനസ്സിലാക്കണം, ഇത് നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ജിയോ പൊളിറ്റിക്സ് മാത്രമല്ല, ഗ്ലോബൽ എക്കോണമിയിൽ ഈ ഒരു ഫ്രഞ്ച് പത്രം വായിച്ചു നോക്കിയ ശേഷം എൻ്റെ ഒരു അസസ്മെൻ്റാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അഭിപ്രായം താഴെ എഴുതാം. ഈ ധാരണ അനുസരിച്ച് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യവും പ്രധാനമായിട്ടും മുംബൈയിൽ നിന്ന് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയും ചേർത്ത് ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തെ വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് ലോകത്തിലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറ്റാൻ പോവുകയാണോ എന്ന്. കാരണം ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ സംഭവം മനസ്സിലാക്കുക, ഈ ചൈനയുമായിട്ടുള്ള ട്രേഡിൻ്റെയും പ്രശ്നത്തിൻ്റെയും പേരിൽ ഈ EVയുമായിട്ട് ബന്ധപ്പെട്ട മിനറൽസ്, ലിഥിയം ആണെങ്കിലും മറ്റ് നാച്ചുറൽ റയർ എർത്ത് മിനറൽസ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നില്ല. ഇതിൻ്റെ പേരിൽ അമേരിക്കയ്ക്ക് ഉക്രൈൻ്റെ സഹായം വേണം. ഒന്ന്, അതിനെ തുടർന്ന്, കാരണം നേരത്തെ ഈ വാറിനെ ട്രംപും അമേരിക്കൻ ജനതയെ എതിർത്തിരുന്നു. കാരണം എന്തിനാണ് അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ ഏകദേശം 350 ബില്യണോളം വരുന്ന ആയുധങ്ങൾ ഉക്രൈന് ഫ്രീ ആയിട്ട് കൊടുത്തത്. ഉക്രൈൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും വരാൻ പോകുന്ന 10 ജനറേഷൻ എടുത്താൽ ഈ പണം തിരികെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉക്രൈൻ പറഞ്ഞത് ഞങ്ങൾ ഈ കരാറിന് തയ്യാറാണ്. അപ്പോൾ കരാറിന് തയ്യാറാകുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഗ്ലോബൽ മാറ്റമുണ്ട്. ആ മാറ്റത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറയാം, കാരണം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന സംഭവം അത് നമുക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് പിടികിട്ടും. ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം കളിച്ചിരിക്കുന്ന ഗെയിം അത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത ഗെയിമാണ് കളിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കൻ ബിസിനസ് തന്ത്രം ഇതിനകത്ത് റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ വരാൻ പോകുന്ന 3-4 വർഷം കഴിയുമ്പോൾ അവരാണ് ബേസിക്കലി ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഗ്യാസ് ആണെങ്കിലും ക്രൂഡാണെങ്കിലും എല്ലാം കൊടുക്കുന്നത്. എഗ്രീഡ്. ഈ സംഭവം വരാൻ പോകുന്ന 2-3 വർഷം കഴിയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഗ്യാസിൻ്റെ എനർജിയുടെ ഇഷ്യൂ പൂർണ്ണമായിട്ടും ഇല്ലാതാകുകയാണ്. കാരണം ഉക്രൈൻ ഇപ്പോഴും എടുത്തിരിക്കുന്ന ഗ്യാസ് എക്സ്പ്ലോർ ചെയ്ത് അവരുടെ ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അവർക്ക് അൺടാപ്ഡ് ആയിട്ടുള്ള ഗ്യാസ് റിസർവും ബ്ലാക്ക് സീയിലുള്ള ഓയിൽ റിസർവ് എന്ന് പറയുന്ന ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാണ് അവർ ചെയ്യാൻ പറ്റാത്തത്? എക്സ്പ്ലോർ ചെയ്ത് ഇത് ചെയ്യാൻ കാരണം അവരുടെ അത്രയും പണമില്ല. കാരണം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് അതിൻ്റെ ആവശ്യം. ഇപ്പം റയർ എർത്ത് മിനറൽസ് ഉണ്ട്. അതായത് പല ഈ ലിഥിയമാണെങ്കിൽ EV കാറിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സാധനം, അതേപോലെ ന്യൂക്ലിയർ വെപ്പൺസിന് ഉപയോഗിക്കുന്നതും മറ്റുള്ള ബോംബിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം, അവിടെ പോലും വളരെ തുച്ഛമായിട്ടാണ് ഉക്രൈൻ അത് മൈനിങ് നടത്തുന്നത്. കാരണം അവിടെ അമേരിക്കൻ കമ്പനി വന്നാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ മൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ സംഭവം. അപ്പോൾ എങ്ങനെ ഉണ്ടാകാൻ പോകുന്നത്?
ഈ റഷ്യയുടെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന യൂറോപ്പിലെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യും. അത് മുഴുവനും ഈ ഉക്രൈൻ്റെ ബ്ലാക്ക് സീയിൽ യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഈ അമേരിക്കൻ കമ്പനികളും ചില യൂറോപ്യൻ കമ്പനികളും ചേർന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇത് പൂർണ്ണമായിട്ടും അത് വിൽക്കും. ആർക്ക്? യൂറോപ്പിൻ്റെ. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആവശ്യം. കാരണം എനർജി ഇഷ്യൂവിൻ്റെ പേരിലാണ് പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായത്. ജർമ്മനി ആണെങ്കിലും UK ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഈ റഷ്യ എന്നുള്ള ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഈ ഉക്രൈൻ്റെ മേളിൽ കൂടാണ് പോകുന്നത്. കാരണം അത്രമാത്രം റഷ്യയുടെ എക്കോണമി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഈ ഓയിൽ റിസർവും അതേപോലെ ഗ്യാസ് റിസർവുമാണ്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്തിട്ട് അമേരിക്ക ഗെയിം കളിക്കുമ്പോൾ അവരാവശ്യപ്പെടുന്ന കാരണം 300 ബില്യന് മുകളിൽ 350 ബില്യന് മുകളിൽ ആയുധത്തിൻ്റെ പണം കൊടുക്കാനുണ്ട്. ഒന്ന്. രണ്ടാമത് ഈ പറയുന്ന LNGയും ഗ്യാസ് റിസർവും മറ്റുള്ള മിനറൽസും അമേരിക്കൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യും. 3. സെക്യൂരിറ്റിയുടെ കാരണം ആ സ്റ്റേറ്റിനെ കയറി ആക്രമിക്കാൻ വേണ്ടി ആര് വന്നാലും അമേരിക്ക കാരണം സമ്മതിക്കില്ല. കാരണം ഓട്ടോമാറ്റിക്കായി സംഭവം. എന്തുകൊണ്ടാണ്? കാരണം അമേരിക്ക എത്രമാത്രം അവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുമോ. അപ്പോൾ അമേരിക്കൻ ബിസിനസ്സും അവരുടെ അസറ്റും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രാജ്യം വന്ന് അതേ തൊടാൻ പോയി കഴിഞ്ഞാൽ അമേരിക്ക തോക്കിക്ക് ഇതിൽ കയറി വീഴും. കാരണം അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. കാരണം ഹ്യൂജ് അമേരിക്കൻ ലാഭമോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, കാരണം ഇതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഉക്രൈൻ. അതായത് 50-50% ആണ്. അതിൻ്റെ ലാഭത്തിൻ്റെ 50% അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും, അതായത് ചെറുതായിട്ട് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ കാണുകയുള്ളൂ. ബാക്കിയുള്ള 50% റീബിൽഡ് ചെയ്യാനും ഉക്രൈൻ്റെ വെൽഫെയറിനും ആ സ്റ്റേറ്റിനും ആ രാജ്യത്തിനും കൊടുക്കും. ഇതാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജിയോ പൊളിറ്റിക്സും സാമ്പത്തിക ശാസ്ത്രമൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ സമ്മതിച്ചത്? കാരണം അവർക്ക് ഈ റഷ്യൻ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കട്ട് ഓഫ് ചെയ്യുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓയിലും ഗ്യാസും ഉക്രൈനിൽ തടസ്സമില്ലാതെ എത്തും. അതേപോലെ ഉക്രൈനിലുള്ള അവിടുത്തെ ഫുഡും മറ്റേ ഗ്രോസറി സംഭവമൊക്കെ ഉണ്ട്. അവിടെ വീറ്റ് ആണെങ്കിലും കോൺ ആണെങ്കിലും മറ്റുള്ള സാധനങ്ങൾ അത് പല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് തടസ്സം ഉണ്ടാകത്തില്ല. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഗ്യാസ് റിച്ചാണ്, ഓയിൽ റിച്ചാണ്, ഈ പറയുന്ന പോലെ അഗ്രികൾച്ചറിൽ ഭയങ്കര രാജ്യമായി ശരിക്കും പ്രൊഡക്ഷനുണ്ട്, പിന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രീസും അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം ജർമ്മനിയെക്കാളും ഏറ്റവും വലിയ എക്കോണമി ഫ്ലറിഷ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറും. കാരണം അതിൻ്റെ പോസിബിലിറ്റി, കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അമേരിക്കൻ കമ്പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ, കാരണം ഉക്രൈൻ്റെയിൽ പണമില്ല, ഇത് അമേരിക്കൻ കമ്പനി വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും അപ്പോൾ അവരുടെ താല്പര്യം അനുസരിച്ച് ഉക്രൈൻ പോവുകയും ചെയ്താൽ പിന്നെ അവരുടെ സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ പെട്ടെന്ന് നാറ്റോയിൽ ഉക്രൈനെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നാറ്റോയ്ക്ക് പുറത്തുള്ള ഫേവറേറ്റ് കൺട്രി ഇസ്രായേൽ പോലെ അതിനെ പിടിച്ച് ഉക്രൈനെ പിടിച്ചാക്കാൻ അമേരിക്കൻ ബേസും അടുത്തുണ്ട്. അമേരിക്കൻ ബേസ് അവിടെ ഇടും. സിമ്പിളായി സംഭവം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്, ബിസിനസ് തന്ത്രങ്ങളാണ്. അപ്പോൾ ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കുക, റഷ്യ ഇൻവേഡ് ചെയ്ത് ഇത്ര മാസങ്ങൾ 3 വർഷമായി വാറിങ്ങനെ നടക്കുന്നു. അൾട്ടിമേറ്റായിട്ട് ആരാ ഗെയിൻ ചെയ്തത്? അമേരിക്ക ഗെയിൻ ചെയ്തു. ഇപ്പോൾ യൂറോപ്പിൻ്റെ ഈ റഷ്യൻ ഡിപ്പെൻഡൻസി എനർജിയുടെ ഇഷ്യൂ അങ്ങ് മാറിക്കിട്ടുന്നു. ഇതിനകത്ത് ഉക്രൈൻ എന്ന് പറയുന്ന വലിയൊരു പവർഫുൾ രാജ്യമായിട്ട് ഉറപ്പായിട്ട് അത് ഫ്യൂച്ചറിൽ റഷ്യക്ക് പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് അങ്ങ് മാറി. അതായത് പുടിൻ കാണിച്ച ബ്ലണ്ടറാണെന്ന് ഞാൻ ആദ്യം മുതൽ പറയുമ്പോൾ അവസാനം ട്രംപ് ആദ്യം പറഞ്ഞ സംഭവങ്ങൾ ഇതൊക്കെ മാറി. അപ്പോൾ അയാളുടെ ഉള്ളിൽ പക്ക കച്ചവടക്കാരനായിരുന്നു. ഇതോടുകൂടി അമേരിക്കൻ ഈ ഓയിൽ കമ്പനികളാണെങ്കിലും ഗ്യാസ് കമ്പനികളാണെങ്കിലും അവരായിരിക്കും ഗ്ലോബലായിട്ട് വീണ്ടും കയറി ഫ്ലറിഷ് ചെയ്യുന്നത്. കാരണം ഇത് മുഴുവൻ ഉക്രൈൻ്റെയിലുണ്ട്. ഈ അമേരിക്കൻ കമ്പനികൾ ഹ്യൂജായിട്ട് കയറി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, അവർക്ക് പണത്തിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെബ് എക്യുപ്മെൻറ്റ്സും സംഭവം ഇല്ലാത്തതിൻ്റെ പേരിൽ ഉക്രൈന് പലതും ചെയ്യാൻ കഴിയുന്നില്ല. ഗ്യാസ് പോലെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അതുകൊണ്ടാണ് അവർ ഡൊമസ്റ്റിക് മാത്രം നിർത്തിയിരിക്കുന്നത്. അപ്പുറത്തുള്ള മൈനിങ്ങിൻ്റെ സംഭവം അവർക്ക് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. കാരണം ഈ റഷ്യയുടെ ബോർഡറിൽ
കാരണം ആ റഷ്യയുടെ ബോർഡറിന് ആ ടെൻഷനില്ല. കാരണം അമേരിക്കൻ കമ്പനികളോട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റഷ്യ അവിടെ വരുമോ? മനസ്സിലാക്കുക, പുടിൻ കാണിച്ച ബ്ലണ്ടറിന് ഏറ്റവും വലിയ വില കൊടുക്കാൻ പോകുന്നത് റഷ്യ എന്ന് പറഞ്ഞ രാജ്യമാണ്. ഒന്നുമല്ലാതായി മാറും. കാരണം ഇത് മുഴുവനും ഉക്രൈൻ്റെയിലുണ്ട്. ഇത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് അത് മൈനിങ് ചെയ്തും ഗ്യാസ് ആണെങ്കിലും ഓയിലാണെങ്കിലും മെറ്റൽസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രശ്നം മാറി അമേരിക്ക അവിടെ വളരെ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ട് ഞങ്ങൾക്ക് ആ സംഭവം മാറി. ഇതിനകത്ത് ഗെയിൻ ചെയ്ത US ആണ്. പൊട്ടത്തരം കാണിച്ചതാണ് പുടിൻ. ഇപ്പം അതിൻ്റെ അത് നാറ്റോയ്ക്ക് ചേർക്കണമെന്ന് പ്രശ്നമൊന്നുമില്ല. അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റും ബിസിനസ്സുകാർ അമേരിക്കൻ അസറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കൻ പട്ടാളക്കാരെ ഇന്ന് സെക്യൂരിറ്റിയാണ്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സംഭവമാണത്. അതൊരു കാരണവശാലും അതിനെ ടച്ച് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഉക്രൈന് പൂർണ്ണമായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. രണ്ട് രീതിയിലാണ് ഗെയിം പോകുന്നത്. ഇതിനകത്ത് ഗെയിൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉണ്ടായി. റഷ്യക്ക് കിട്ടി ഏറ്റവും ഏകദേശം 2.5 ലക്ഷം പട്ടാളക്കാരെ അവർക്ക് നഷ്ടപ്പെട്ടു. ഏകദേശം വളരെയധികം പട്ടാളക്കാർ ഇഞ്ചേർഡായി. അവരുടെ സൈനിക ശക്തി വലിയ പൂജ്യമായിട്ട് മാറി. ഉക്രൈൻ എന്ന് പറഞ്ഞ പവർഫുൾ രാജ്യമായിട്ട് മാറി. നോക്കുക, അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്? ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതുകൊണ്ടാണ് ആദ്യം ട്രംപിനെതിരെ കയർത്ത് സംസാരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഡീല് കേട്ടിട്ട് നിശബ്ദമായിട്ടത്. കാരണം യൂറോപ്പിൻ്റെ പ്രശ്നം മാറിക്കിട്ടി. അവരുടെ സെക്യൂരിറ്റി ആണെങ്കിലും അവരുടെ എനർജി ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും ഈ പറയുന്ന ഉക്രൈനിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് അമേരിക്ക ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതാണ് ഗെയിം പ്ലാൻ. അൾട്ടിമേറ്റ്ലി യുദ്ധത്തിൽ പോലും വലിയ നേട്ടമുണ്ടാക്കുന്നത് അമേരിക്കയും അതേപോലെ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം ഒരു പവർഫുൾ നേഷനായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് സിമ്പിൾ ഗെയിമാണ്. പക്ഷേ ഇത് ആലോചിച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്തായിരുന്നു ട്രംപും കൂട്ടരും എന്താണ് ലക്ഷ്യം വെച്ചത്. ആ രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു. ഇതിനകത്ത് പ്രോപ്പറായിട്ട് റഷ്യ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ട് വട്ടപൂജ്യമായിട്ട് മാറി. അതാണ് എനിക്കിതിനകത്ത് ഈ അസസ്മെൻറ്റിലും എല്ലാം നോക്കിയിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്.